ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിവിൽ അറ്റ് 7 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സിനെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർഫസ് സോഴ്സ് ഓഫ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ആണ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ആണ് ഇൻവോൾവ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രൗണ്ട് വാട്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ വാട്ടർ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കണം എന്നുള്ളതാണ്. സോ ഗ്രൗണ്ട് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതിൻ്റെ അകത്ത് ഡിസോൾവ് സബ്സ്റ്റൻസസ് കാണും, H2S മാതിരി ടോക്സിക് ഗ്യാസസ് കാണും. അപ്പോൾ അതിനെയൊക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഗ്രൗണ്ട് വാട്ടറിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പം ഏറ്റവും ആദ്യം നമ്മൾ എയറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യും. എയറേഷൻ എന്ന് പറയുമ്പോൾ ഓക്സിജൻ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്സിജൻ സപ്ലൈ ചെയ്യും. പിന്നെ അത് എയറേഷൻ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസോൾവ്ഡ് ഗ്യാസസ്, പിന്നെ ബാഡ് ഓഡർ, ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയറേഷൻ ചെയ്യുന്നത്. ഡിസോൾവ്ഡ് ഗ്യാസസ് ആൻഡ് ബാഡ് ഓഡർ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. അത് നമ്മൾ ഗ്രൗണ്ട് വാട്ടറിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഗ്രൗണ്ട് വാട്ടർ മോസ്റ്റ്ലി ഹാർഡ് വാട്ടർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ നമ്മൾ സോഫ്റ്റനിങ് പോലെയുള്ള മിസ്ലേനിയസ് ട്രീറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഫിൽട്രേഷൻ ചെയ്യാറുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ സർഫസ് സോഴ്സ് ഓഫ് വാട്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞായിരുന്നു, ഫിൽട്രേഷൻ ഡിസോൾവ്ഡ് ഓർഗാനിക് സബ്സ്റ്റൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിൽട്രേഷൻ ചെയ്യുന്നത്. പിന്നെയുള്ളതാണ് ഡിസിൻഫെക്ഷൻ നമ്മൾ എന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ. അത് പാത്തജനിക് ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസിൻഫെക്ഷൻ നമ്മൾ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോൾസം വാട്ടർ കിട്ടും. ഹോൾസം വാട്ടർ ആയിരിക്കും നമുക്ക് പിന്നെ കിട്ടുന്നത്. ആ വാട്ടർ നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാട്ടർ. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ എയറേഷനും സോഫ്റ്റനിങ്ങും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സർഫസ് സോഴ്സ് ഓഫ് വാട്ടറിൻ്റെ കാര്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എയറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യേണ്ട വലിയ ആവശ്യമില്ല. കാരണം എന്തായാലും എയറുമായിട്ട് സർഫസ് സോഴ്സ് ഓഫ് വാട്ടർ, റിവറിലേക്ക് വാട്ടറിന് കോൺടാക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ എയറേഷൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇവിടെ എയറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഓരോ പ്രോസസ്സും എന്താണെന്ന് നോക്കാം. ഏറ്റവും ആദ്യം വന്ന പ്രോസസ്സായിരുന്നു ഇത്. കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് വരിക. അപ്പോൾ അതിൻ്റെ അകത്തുള്ള പ്രോസസ്സാണ് നമ്മൾ ഓരോന്നും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഏറ്റവും ആദ്യം വന്ന പ്രോസസ്സായിരുന്നു സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലോട്ടിംഗ് ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഫ്ലോട്ടിംഗ് ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നതാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. 3 ടൈപ്പ് സ്ക്രീൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ആണ് കോഴ്സ് സ്ക്രീൻ, പിന്നെ മീഡിയം സ്ക്രീൻ ആൻഡ് അഗെയിൻ ഫൈൻ സ്ക്രീൻ. അങ്ങനെ 3 തരം സ്ക്രീൻസ് ആണുള്ളത്. ഇത് ഓപ്പണിങ്ങിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ്. ഓപ്പണിംഗ് സൈസ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തതാണ് കോഴ്സ് സ്ക്രീൻ, മീഡിയം സ്ക്രീൻ ആൻഡ് ഫൈൻ സ്ക്രീൻ. ഇനി ഫൈൻ സ്ക്രീൻസ് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. കാരണം ക്ലോഗിംഗ് എന്നുള്ള പ്രശ്നം വരുന്നത് കൊണ്ട് നമ്മൾ ഫൈൻ സ്ക്രീൻസ് ഈ അഴുക്കൊക്കെ വന്നിട്ട് അടിഞ്ഞ് ക്ലോഗ് ചെയ്തിരിക്കും. അപ്പോൾ അതിൻ്റെ സ്ക്രീനിങ്ങിൻ്റെ എഫിഷ്യൻസി കുറയും. അതുകൊണ്ട് ഫൈൻ സ്ക്രീൻസ് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇനി സ്ക്രീനിങ് എന്ന് പറഞ്ഞ സംഭവം ഏറ്റവും എഫിഷ്യൻ്റായിട്ട് നടത്താൻ സഹായിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്ലോ വെലോസിറ്റി, ഒരു ഇമ്പോർട്ടൻറ്റ് ഫ്ലോ വെലോസിറ്റി. ഇപ്പോൾ എത്രമാത്രം നമ്മൾ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയെക്കാട്ടിലും കൂടുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിങ് പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കത്തില്ല. നമുക്കറിയാം ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഇപ്പോൾ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്ചാർജ് ബൈ ഏരിയ. അപ്പോൾ ഇവിടെ ഏരിയ എന്ന് പറയുന്നത് കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോ വെലോസിറ്റി വിൽ ബി ലെസ്, അല്ലേ? അപ്പോൾ ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്ക്രീൻസിന് ഒരു കറക്റ്റ് വെർട്ടിക്കലായിട്ടായിരിക്കത്തില്ല കൊടുക്കുന്നത്. അതിന് പകരം ഒരു സ്ലൈറ്റ് ഇൻക്ലിനേഷനിലായിരിക്കും കൊടുക്കുന്നത്. ആ ഇൻക്ലിനേഷൻ്റെ റേഞ്ച് ഏകദേശം
45 to 60 ആണ്. ആ റേഞ്ച് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അത് എക്സാംസിന് ചോദിക്കാറുണ്ട്. 45 to 60 റേഞ്ചിലാണ് നമ്മൾ ഇൻക്ലിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് സ്ക്രീൻസിൻ്റെ. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏരിയ കൂട്ടിയിട്ട് ഫ്ലോ വെലോസിറ്റിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അപ്പോൾ വെലോസിറ്റി ഏത് റേഞ്ചിൽ വരണം എന്ന് വെച്ചാൽ ആ ഫ്ലോ വെലോസിറ്റി മസ്റ്റ് ബി 0.8 to 1 meter per second. പിന്നെ അതിൻ്റെ ആവറേജ് പറയുവാണെങ്കിൽ 0.75 meter per second. അപ്പോൾ ആ ഒരു റേഞ്ചിൽ വേണം അപ്രോച്ച് വെലോസിറ്റി ഉണ്ടാവാൻ. സോ ദാറ്റ് നല്ല രീതിയിൽ സ്ക്രീനിങ് നടക്കണമെങ്കിൽ ആ ഒരു വെലോസിറ്റി റേഞ്ച് വേണം. അതാണ് സ്ക്രീനിങ്ങിനെ പറ്റി പറയാനുള്ളത്. കോഴ്സ്, മീഡിയം, ഫൈൻ അങ്ങനെ സ്ക്രീൻസിനെ ഓപ്പണിങ്ങിൻ്റെ സൈസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഫൈൻ സ്ക്രീൻസ് അധികം യൂസ് ചെയ്യാത്തത് ക്ലോഗിങ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാവുന്നത് കൊണ്ടാണ്. പിന്നെ ഫ്ലോ വെലോസിറ്റിയുടെ വാല്യൂ ഓർത്ത് വെച്ചേക്കുക 0.75 meter per second ആണെന്നുള്ളതും ഈ സ്ക്രീൻസ് 45 to 60 ഇൻക്ലിനേഷനിലാണ് വെക്കുന്നതും എന്നും ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇപ്പോൾ സ്ക്രീനിങ് എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ. സ്ക്രീനിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞ പ്രോസസ്സായിരുന്നു സെഡിമെൻറ്റേഷൻ. അത് തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് പ്ലെയിൻ സെഡിമെൻറ്റേഷനും പിന്നെയുള്ളത് സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷനും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ എന്താണ് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. പ്ലെയിൻ സെഡിമെൻറ്റേഷൻ്റെ അകത്ത് നമ്മൾ സെഡിമെൻറ്റേഷൻ എന്ന് പറയുമ്പം സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്. സ്ക്രീനിങ് എന്തായിരുന്നു? അത് തിരിഞ്ഞു പോകരുത്. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് മാറ്ററിനെയാണ്, ഫ്ലോട്ടിംഗ് ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന സ്ക്രീനിങ്. പ്ലെയിൻ സെഡിമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുന്നതാണ് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സസ്പെൻഡഡ് പ്ലെയിൻ സെഡിമെൻറ്റേഷനെയും അഫക്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്ലോ വെലോസിറ്റിയും പിന്നെ പാർട്ടിക്കിൾസിൻ്റെ ടർബുലൻസ്. ഇത് രണ്ടും നമ്മുടെ സ്ക്രീനിങ് പ്രോസസ്സിനെയും നന്നായിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട്. സ്ക്രീനില്ല സെഡിമെൻറ്റേഷൻ പ്രോസസ്സിന്. സെഡിമെൻറ്റേഷനിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാർട്ടിക്കിൾസ് ഓഫ് ഹാവിങ് സ്പെസിഫിക് ഗ്രാവിറ്റി മോർ ദാൻ 1, വെള്ളത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയെക്കാട്ടിലും സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയ പാർട്ടിക്കിൾസ് താഴെ വന്ന് സെറ്റിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ സെറ്റിൽ ചെയ്യുന്ന വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെറ്റിലിംഗ് വെലോസിറ്റി എന്ന് പറയും. സെറ്റിലിംഗ് വെലോസിറ്റി. ഇവിടെ നമ്മൾ വെള്ളം ഫ്ലോ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പം ഈ വെള്ളം ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവർഫ്ലോ വെലോസിറ്റി. സെറ്റിലിംഗ് വെലോസിറ്റി VS എന്ന് പറയുന്നത് VS is equal to rho into G into G minus 1 into D square by 18 mu എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡൈനാമിക് വിസ്കോസിറ്റിയാണ്. പിന്നെ റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയാണ്. അപ്പോൾ മ്യൂ ബൈ റോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് കൈനമാറ്റിക് വിസ്കോസിറ്റി ആവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഇക്വേഷനെ മാറ്റി എഴുതാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പറയാം. അപ്പം ഇവിടെ D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയമീറ്റർ ഓഫ് ദ പാർട്ടിക്കിളാണ്. അപ്പോൾ സെറ്റിലിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ ഓഫ് ദ പാർട്ടിക്കിളിൻ്റെ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ആ കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ സ്റ്റോക്സ് ലോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റിലിംഗ് വെലോസിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്. ഇനി സെറ്റിലിംഗ് വെലോസിറ്റി എപ്പോഴും എന്തിനെക്കാട്ടിലും കൂടുതലായിരിക്കണം? ഓവർഫ്ലോ വെലോസിറ്റിയെക്കാട്ടിലും കൂടുതലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിൾസ് കറക്റ്റായിട്ട് സെറ്റിൽ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് എസ്കേപ്പായി പോവുകയാണ് ചെയ്യുന്നത്. ഇനി ടൈപ്പ് 1 സെറ്റിലിംഗ് ടാങ്ക് എന്ന് നമ്മൾ പറയുന്നു. ഇനി സെറ്റിലിംഗ് ടാങ്ക് എന്ന് പറയുമ്പോൾ ഈ സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ മറ്റ് പേരുകളുണ്ട്. സെഡിമെൻറ്റേഷൻ ടാങ്ക് അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രൈമറി ക്ലാരിഫയർ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സെറ്റിലിംഗ് ടാങ്ക് എന്ന് പറയാറുണ്ട്. അപ്പം ഇത് എല്ലാം ഒരേ സംഭവം തന്നെയാണ്. അപ്പം നമ്മൾ ക്ലാരിഫയർ എന്നൊക്കെ പറയുമ്പോഴത്തേന് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. അതെല്ലാം സെഡിമെൻറ്റേഷൻ ടാങ്ക് അല്ലെങ്കിൽ സെറ്റിലിംഗ് ടാങ്കിന് തന്നെ പറയുന്ന മറ്റ് പേരുകളാണ്. ഇനി നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ സെറ്റിലിംഗ് ടാങ്കിൽ ടൈപ്പ് 1 സെറ്റിലിംഗ് ആണ് നടക്കുന്നതെന്നാണ്. ടൈപ്പ് 1 സെറ്റിലിംഗ്. അപ്പോൾ ടൈപ്പ് 1 സെറ്റിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസിനെ സെറ്റിൽ ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ടൈപ്പ് 1 സെറ്റിലിംഗ് എന്ന് പറയുന്നത്. ഈ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈസ്, ഷേപ്പ്, സ്പെസിഫിക് ഗ്രാവിറ്റി
ഇതൊന്നും ടൈമിനെയും സ്പേസിനെ അനുസരിച്ച് മാറുന്നില്ല എന്ന് ഉള്ളതാണ്. ടൈമും സ്പേസും വെച്ച് നോക്കുമ്പം ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് ഒന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ് എന്നുള്ളത്. ഓക്കെ, ഇനി സെഡിമെൻറ്റേഷൻ ടാങ്ക് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡ്രോ ആൻഡ് ഫിൽ ടൈപ്പ്. ഡ്രോ ആൻഡ് ഫിൽ ടൈപ്പാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റർമീഡിയറ്റ് ടൈപ്പ് എന്ന് പറയാറുണ്ട്. ഇനി മറ്റൊരെണ്ണം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഫ്ലോയാണ്. കണ്ടിന്യൂസ് ഫ്ലോയും. അപ്പം ആദ്യത്തെ ഇൻറ്റർമീഡിയറ്റ് ടൈപ്പും രണ്ടാമത്തെ കണ്ടിന്യൂസും ആണ്. കണ്ടിന്യൂസിൽ തന്നെ വീണ്ടും 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഹൊറിസോണ്ടൽ ആൻഡ് അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയൽ ഫ്ലോ. അങ്ങനെ 2 ടൈപ്പ് കണ്ടിന്യൂസിലുണ്ട്. ഇനി അതിൻ്റെ പല സോൺസ് ഉണ്ട് നമ്മുടെ ഈ സെഡിമെൻറ്റേഷൻ ടാങ്ക്സിൻ്റെ അകത്ത്. അതായത് ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇൻലെറ്റ് സോണാണ്. ആദ്യം ഒരു ഇൻലെറ്റ് സോൺ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇൻലെറ്റ് സോൺ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു സെറ്റിലിംഗ് സോണാണ്. ഓക്കെ, ഇവിടെ ഒരു സെറ്റിലിംഗ് സോണുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് സെഡിമെൻ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ലഡ്ജ് സോൺ. അത് കഴിഞ്ഞിട്ട് ഒരു ഔട്ട്ലെറ്റ് സോണും ഉണ്ട്. അപ്പോൾ ഇത്രയും ഈ 4 ഡിഫറെൻറ്റ് സോൺസാണ് നമ്മുടെ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ ഉള്ളത്. ഇനി ഓർത്ത് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ഡിസൈൻ പാരാമീറ്റേഴ്സ്. ഓക്കെ, അപ്പം ഡിസൈൻ പാരാമീറ്റേഴ്സിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം വരുന്നതാണ് സർഫസ് ലോഡിംഗ് റേറ്റ് അല്ലെങ്കിൽ സർഫസ് ഓവർഫ്ലോ റേറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഹൈഡ്രോളിക് ലോഡിംഗ് റേറ്റ്, അതല്ലെങ്കിൽ ഓവർഫ്ലോ വെലോസിറ്റി. ഇതെല്ലാം സെയിം സാധനം തന്നെയാണ്. അപ്പോൾ ഇത് പല പേരുകളിലായിട്ട് നമുക്ക് പല ക്വസ്റ്റ്യൻസിൽ കാണാം. അപ്പം സർഫസ് ലോഡിംഗ് റേറ്റ്, പിന്നെ ഹൈഡ്രോളിക് ലോഡിംഗ് റേറ്റ്, സർഫസ് ഓവർഫ്ലോ റേറ്റ്, പിന്നെ ഓവർഫ്ലോ വെലോസിറ്റി, ഇതെല്ലാം സെയിം സാധനം തന്നെയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം ഓഫ് വാട്ടർ അപ്ലൈഡ് ഇൻ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് സർഫസ് ഏരിയ ഓഫ് സെറ്റിലിംഗ് ടാങ്കിനെയാണ് നമ്മൾ ഈ പറഞ്ഞ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ് വോളിയം ഓഫ് വാട്ടർ. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ അപ്ലൈഡ് പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് സർഫസ് ഏരിയ, അതിനെയാണ് നമ്മൾ ഈ സർഫസ് ഓവർഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞ് സർഫസ് ഓവർഫ്ലോ റേറ്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അപ്പോൾ സർഫസ് ഓവർഫ്ലോ റേറ്റ് അല്ലെങ്കിൽ ഓവർഫ്ലോ വെലോസിറ്റി എന്നൊക്കെ പറയുന്നത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അപ്പം ഓവർഫ്ലോ വെലോസിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ സർഫസ് ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യും. സർഫസ് ഏരിയ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഓവർഫ്ലോ വെലോസിറ്റി കുറയും. അതാണ് നമ്മുടെ ആവശ്യം. എപ്പോഴും ഓവർഫ്ലോ വെലോസിറ്റി കുറഞ്ഞിരിക്കണം ദാൻ എന്തിനെക്കാട്ടിലും സെറ്റിലിംഗ് വെലോസിറ്റിയെക്കാട്ടിലും. അപ്പം നമുക്ക് എന്തോ ചെയ്യണം? സർഫസ് ഏരിയ കൂട്ടണം. സർഫസ് ഏരിയ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓവർഫ്ലോ വെലോസിറ്റി കുറയും. അപ്പം സെറ്റിലിംഗ് വെലോസിറ്റി കൂടുകയും ചെയ്യും, പാർട്ടിക്കിൾസ് നന്നായിട്ട് സെറ്റിൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾസ് എസ്കേപ്പ് ആയിപ്പോവും. അപ്പോൾ നമുക്ക് ഈ സർഫസ് ലോഡിംഗ് റേറ്റിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ നമ്മൾ പറയാറുണ്ട്. അത് ഏകദേശം 500 to 750 ലിറ്റേഴ്സ് പെർ അവർ പെർ മീറ്റർ സ്ക്വയർ ആണ് നമ്മൾ സർഫസ് ലോഡിംഗ് റേറ്റിൻ്റെ വാല്യൂ പറയുന്നത്. അപ്പം ഇത് ലിറ്റേഴ്സ് പെർ അവർ പെർ മീറ്റർ സ്ക്വയറിലാണെന്നുണ്ടെങ്കിൽ, ലിറ്റേഴ്സ് വോളിയത്തിൻ്റെ, അവർ ടൈമിൻ്റെ, പിന്നെ മീറ്റർ സ്ക്വയർ സർഫസ് ഏരിയയുടെ. ഓക്കെ, അപ്പോൾ ഇത് സർഫസ് ലോഡിംഗ് റേറ്റിൻ്റെ ഏകദേശം റേഞ്ച് ഓഫ് വാല്യൂ ഈ യൂണിറ്റിൽ. ഇനി യൂണിറ്റ് വേറെ ആണെന്ന് വെച്ചോ, മീറ്റർ ക്യൂബ് പെർ ഡേ പെർ മീറ്റർ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ആ റേഞ്ച് എന്ന് വെച്ചാൽ 12 to 18 ആണ്. 12 to 18 മീറ്റർ ക്യൂബ് പെർ ഡേ പെർ മീറ്റർ സ്ക്വയർ ആണ്. അത് ചില സ്ഥലങ്ങളിൽ 10 to 20 മീറ്റർ ക്യൂബ് പെർ ഡേ പെർ മീറ്റർ സ്ക്വയർ എന്നും കാണാറുണ്ട്. സോ ഇതാണ് സർഫസ് ഓവർഫ്ലോ റേറ്റിനെ പറ്റി പറയാനുള്ളത്, അല്ലെങ്കിൽ സർഫസ് ലോഡിംഗ് റേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലോഡിംഗ് റേറ്റിനെ പറ്റിയൊക്കെ ഇതാണ് നമുക്ക് പറയാനുള്ളത്. സോ ഇപ്പം നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. ആദ്യത്തെ സെറ്റിലിംഗ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ അകത്ത് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു. രണ്ടാമത് സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞത് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്ത പ്ലെയിൻ സെഡിമെൻറ്റേഷൻ സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ ഉണ്ട്.
അപ്പോൾ അത് നെക്സ്റ്റ് സ്റ്റെപ്പാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മളിതിൻ്റെ ബാക്കി ഭാഗമായിട്ട് വാട്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ ബാക്കി കോയാഗുലേഷൻ, പിന്നെ ഫിൽട്രേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ, ഇങ്ങനത്തെ ബാക്കി പ്രോസസ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.